ഡേവിഡ് കാറ്റാല പത്രസമ്മേളനത്തിൽ പറഞ്ഞതിങ്ങനെ: ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇപ്പോൾ നിരാശരാണ്. അവരുടെ മൊത്തത്തിലുള്ള മെന്റാലിറ്റിയിൽ തന്നെ മാറ്റം വരുത്തണം. വരുന്ന സൂപ്പർ കപ്പിലും സീസണുകളിലും കാറ്റാല ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എന്തെല്ലാം പദ്ധതികളായിരിക്കും നടപ്പിലാക്കുക, എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും, ഏതെല്ലാം താരങ്ങൾ ടീം വിട്ടുപോകും, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. സൂപ്പർ കപ്പിന് വേണ്ടി കാറ്റാല ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉടനെ തന്നെ അറിയാൻ സാധിക്കും. പല രാജ്യങ്ങളിൽ നിന്നുള്ള പരിശീലകർ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സ്പെയിനിൽ നിന്ന് എത്തുന്ന രണ്ടാമത്തെ പരിശീലകനാണ് ഡേവിഡ് കാറ്റാല. ആദ്യത്തെ പരിശീലകൻ കിബു വിക്യുനയായിരുന്നു. പക്ഷേ ആ സീസണിൽ കിബു വിക്യുനയ്ക്കോ പ്ലേയേഴ്സിനോ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയ്ക്ക് വരുന്ന സീസണിലും സൂപ്പർ കപ്പിലും ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നാണ് ആരാധകർ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ISL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള പരിശീലകർ സ്പാനിഷ് കോച്ചുകളാണ്. അങ്ങനെയുള്ള പരിശീലകരുടെ കൂട്ടത്തിൽ കാറ്റാലയ്ക്ക് ഇടം നേടുമെന്നാണ് കണ്ടു തന്നെ അറിയേണ്ടത്. എന്തായാലും കാറ്റാല ബ്ലാസ്റ്റേഴ്സ് ടീമിനെ മൊത്തത്തിൽ തന്നെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൂപ്പർ കപ്പിന് മുന്നോടിയായി സ്പെയിനിൽ നിന്നും ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷണൽ കോച്ചിനെ കാറ്റാല ടീമിലെത്തിച്ചിരുന്നു. ഈ പ്രീ സീസണിന് മുന്നോടിയായി ഒരു സ്പാനിഷ് അസിസ്റ്റന്റ് കോച്ചിനെ എത്തിക്കാൻ കാറ്റാല ശ്രമിക്കും. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും മിലോസ് ഡിങ്കിച്ചും ക്വാമി പെപ്രയും പുറത്തു പോകുന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. ലൂണയോ നോവ സദോയോ ഇവരിലാരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് പുറത്തേക്ക് പോകുന്നത് കണ്ടു തന്നെ അറിയണം. ഈ കാര്യത്തിൽ ഇതേവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ചിലപ്പോൾ ലൂണയും നോവ സദോയും നിലനിർത്താനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം. മുന്നേറ്റത്തിൽ ജീസസ് ജിമിനസും സെർജിയോ കാസ്റ്റലും ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. മുന്നേറ്റത്തിൽ തന്നെ ഒരു സ്പാനിഷ് കോംബോ കൊണ്ടുവരാനാണ് കാറ്റാലയുടെ ശ്രമം. അടുത്തായി മിലോസ് ഡിങ്കിച്ചിന് പകരം ഒരു എക്സ്പീരിയൻസ്ഡ് സ്പാനിഷ് സെന്റർ ബാക്കിനെ എത്തിക്കാൻ കാറ്റാല ശ്രമിക്കും. മുമ്പത്തെ സീസണുകളിൽ അൽവാരോ വാസ്കസ് ഡയസ് ലൂണ കോംബോ നമ്മൾ കണ്ടതാണ്. ജീസസ് ജിമിനസ് സെർജിയോ കാസ്റ്റൽ ലൂണ എന്നൊരു കോംബോ വരുന്ന സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിന് തുണയാവുന്നത് കണ്ടു തന്നെ അറിയണം. ഒരു സ്പാനിഷ് കൂട്ടുകെട്ടിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കാറ്റാലയ്ക്ക് സാധിക്കുമോ? ISL ട്രോഫികൾ ഒരുപാട് നേടിക്കൊടുക്കാൻ വിജയിച്ച ടാക്ടിക്സുകൾ സ്പാനിഷ് ടാക്ടിക്സുകളാണ്. അതേ വിട്ടൊരു തന്ത്രം മെനഞ്ഞെടുക്കുവാൻ കാറ്റാലയ്ക്ക് സാധിക്കുമോ? ഒരു കോച്ചിനെ കൊണ്ട് മാത്രം ട്രോഫികൾ നേടാൻ സാധിക്കില്ല. അതിന് മൊത്തം ടീം ബേസ് തന്നെ ഒരു വിന്നിംഗ് മെന്റാലിറ്റിയോടെ കളിക്കണം. അതിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സ് ടീമിനെ പാകപ്പെടുത്തിയെടുക്കാൻ കാറ്റാലയ്ക്ക് സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ട കാര്യം. എന്തായാലും വരുന്ന സൂപ്പർ കപ്പിനെയും സീസണിനെയും വളരെ സീരിയസോടുകൂടിയാണ് താങ്കൾ കാണുന്നതെന്നാണ് കാറ്റാല പറഞ്ഞത്. കാറ്റാലയുടെ ആദ്യ ലക്ഷ്യം സൂപ്പർ കപ്പ് തന്നെയായിരിക്കും. എന്തായാലും അടുത്ത സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സ്ക്വാഡിൽ പകുതിയും സ്പാനിഷ് താരങ്ങളായിരിക്കും. ഈ ഒരു സ്പാനിഷ് തന്ത്രവും കൂട്ടുകെട്ടുമെല്ലാം വരുന്ന സൂപ്പർ കപ്പിലും അടുത്ത സീസണിലേക്കും വളരെ വിജയം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കാം.